ശ്രീ പ്രശാന്ത്, ഈ BJP കേരളത്തിൽ എത്രത്തോളം വളരും അഥവാ തളരുമെന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം രാഷ്ട്രീയ രംഗത്ത്. പക്ഷെ പലപ്പോഴും BJPക്ക് കിട്ടുന്ന സ്പേസ് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ മണ്ഡലം തന്നെ അങ്ങ് BJP അങ്ങ് കൂടുതൽ കേന്ദ്ര നേതൃത്വം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനോടൊപ്പം കേരളത്തിലെ ഒരു 6 മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർ 2026 വളരെ ഗൗരവത്തിൽ പരിഗണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർട്ടിയിലൊരു ചില മാറ്റങ്ങളൊക്കെ കമ്മിറ്റികളിലൊക്കെ ഒന്നുകൂടെ വിപുലമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് എത്രത്തോളം ആശാവഹമാണ്? ആശാവഹം തന്നെയാണ്. കാരണം സാറ് പറഞ്ഞതിനകത്തൊരു വലിയ പോയിന്റുണ്ട്. BJP നയിക്കാൻ അറിയാവുന്നവർ നയിച്ചാൽ BJPക്ക് മുന്നോട്ടുണ്ടാവും. സാർ ഇപ്പൊ A ക്ലാസ് മണ്ഡലം എന്ന് സാറ് പറഞ്ഞല്ലോ, 6 അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലം ആക്കിയെടുക്കുന്ന ഒരു നേതാവ് അവർ തന്നെ A ക്ലാസ് മണ്ഡലം ആക്കി. ശ്രദ്ധിക്കപ്പെടാം. നേരത്തെ അവർ പലയിടത്ത് നിന്നിട്ടുള്ള ഈ ഏറ്റവും അവസാനം പാലക്കാട് A ക്ലാസ് മണ്ഡലം ആക്കിയവരാ. അപ്പൊ അതെന്താ A ക്ലാസ് മണ്ഡലം ആവുന്നത്? അവിടെ നേരം അന്നേരം ഇവിടുന്ന BJP ഉണ്ടാവുന്നത്. അപ്പൊ അത് BJPയെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് അതിനകത്ത് നിൽക്കുന്നതുണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അവര് ശോഭാ സുരേന്ദ്രന്റെ കൂട്ട് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണേലും അവർ നേതാവാവുന്നത് ജനം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അത് ശോഭാ സുരേന്ദ്രൻ BJPയുടെ നേതാവായിട്ട് അംഗീകരിക്കാൻ ജനം തയ്യാറാണ്. അതുകൊണ്ട് BJPക്ക് അപ്പുറം ഉള്ളതും BJPക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരും കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടാകുന്നല്ലോ. നേരത്തെ ഉള്ള BJP വോട്ടുകളെക്കാട്ടിൽ അവരെ വോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് BJPയുടെ നേതാക്കന്മാർ, ഏത് പാർട്ടി നേതാക്കന്മാരായാലും പോയാൽ അവിടെ അവർ വിജയിക്കും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ഏറ്റെടുക്കലായിരിക്കും ഇപ്പൊ ഉദ്ദേശിച്ചത്. കാരണം ഇതിനകത്ത് വളരെ നമ്മൾ തന്ത്രപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 പാർട്ടിയും പുനഃസംഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് CPMന്റെ പുനഃസംഘടന വളരെ കൃത്യമായിട്ട് 3 കൊല്ലത്തെ ഇപ്പൊ ഇന്ന് തൊട്ട് ജില്ലാ സമ്മേളനത്തിന് അല്ലെങ്കിൽ അവരുടെ സമ്മേളനം നടക്കുകയാണ്. ഇവരുടെ ഇപ്പം ഈ 2026 വരെ എനിക്ക് തോന്നുന്നു സുരേന്ദ്രന് 2 ടേണേ ഒക്കത്തുള്ളൂ. BJPയുടെ ഭരണഘടന അനുസരിച്ച് അടുപ്പിച്ച് 2 ടേണേ ഇരിക്കാൻ പറ്റുള്ളൂ. 2026 വരെ ഇദ്ദേഹമുണ്ട്. ഇന്നലെ കോർ കമ്മിറ്റി കൂടിയിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കം നടത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് 41 സീറ്റിൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള പണി ചെയ്ത് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ 41 സീറ്റിൽ വളരെ കൃത്യമായിട്ട് പ്രതീക്ഷ വെച്ച് BJPക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ BJPക്ക് സാധ്യതയുള്ള 41 മണ്ഡലം ഉണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വർക്ക് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനസംഖ്യാ അനുപാതത്തിൽ CPM ഒക്കെ ചെയ്യുന്നത് പോലെ ഇപ്പം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 3 ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകും പോകും. എറണാകുളത്ത് 3 ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വിജയസാധ്യത കൂടുതലുള്ള ജില്ലയ്ക്കാണ് അങ്ങനെ. വിജയസാധ്യത കൂടുതലുള്ള ജില്ലയിലപ്പുറം എനിക്ക് തോന്നുന്നത് ജനസംഖ്യാ അനുപാതത്തിലായിരിക്കും അത് വിജയിക്കുന്നത്. കൂടുതൽ ജനസംഖ്യ, എറണാകുളത്ത് കൂടുതൽ ജനസംഖ്യ ഉണ്ടല്ലോ. എറണാകുളത്ത് വിജയസാധ്യത ഈ പറയുന്ന നമുക്ക് തിരുവനന്തപുരത്തിന്റെ കൂട്ടുള്ള സ്ഥലമല്ല. തിരുവനന്തപുരത്ത് വിജയസാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് വിജയസാധ്യത ഉണ്ട്. മലപ്പുറത്ത് 3 ജില്ലാ പ്രസിഡന്റുമാരും അവിടെ വിജയസാധ്യത കുറവാണ്. അപ്പൊ ഈ ജനസാന്ദ്രത അനുസരിച്ച് വയനാട്ടിൽ 1 ഉള്ളൂ, പത്തനംതിട്ടയിൽ 1 ഉള്ളൂ. അപ്പൊ അതായിരിക്കും അവരുടെ മാനദണ്ഡം. ഏതായാലും നല്ല കാര്യമാണ്. കാരണം കൂടുതൽ ആൾക്കാർ നേതാക്കന്മാർക്ക് ഇടപഴകുന്നതിനും കൂടുതൽ കമ്മിറ്റി ഉണ്ടാകുമ്പോൾ കൂടുതൽ വർക്ക് വ്യാപിപ്പിക്കുന്നതിനും ഒക്കെ സാധിക്കും. ക്ലസ്റ്റർ തിരിച്ച്. അപ്പൊ CPM അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPMന്റെ ലോക്കൽ കമ്മിറ്റികൾ തീരുമാനിക്കുന്നത് അങ്ങനെ. അതായത് 15 പേര് കൂടുന്ന ബ്രാഞ്ച് പോലെ ലോക്കൽ കമ്മിറ്റികൾ, ആ ലോക്കൽ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് കൂടുന്നതനുസരിച്ച് ലോക്കൽ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. മെമ്പർഷിപ്പ് കൂടുന്നതനുസരിച്ച് ഏരിയ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. ജില്ലാ കമ്മിറ്റിക്കകത്തേ ഉള്ള ഒരു വ്യത്യാസം അവർ വരുത്താത്ത ഒരു ജില്ലാ കമ്മിറ്റിയെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിന് കീഴിലുള്ള ഘടകങ്ങളൊക്കെ വ്യത്യാസം വരും. ഇത് അവരുടെ ജില്ലാ കമ്മിറ്റിക്കകത്തും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനീ പറയുന്നത് ഇപ്പം അതിനകത്ത് ഈ 2 പാർട്ടിയും പുനഃസംഘടനയിൽ അവർ കൃത്യം കേഡർ പാർട്ടി എന്ന് പറയാം. BJP കേഡർ പാർട്ടി, അതിനെക്കാട്ടി നല്ല കേഡർ പാർട്ടി CPM തന്നെ. നമ്മളിപ്പോ എന്തോ പറഞ്ഞാലും ചില കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തേക്കത്തുള്ളൂ. പക്ഷേ ഈ പുനഃസംഘടന ഞങ്ങളും നടത്തും. ഇപ്പം അങ്ങോട്ട് പ്രിയങ്കാ ഗാന്ധി അങ്ങോട്ട് ചെന്നപ്പോൾ പുനഃസംഘടനയുടെ കുഴപ്പം കൊണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2014 നമ്മുടെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതിന്റെ കാര്യം എന്തോ ഇതുവരെയുള്ള ആക്ഷേപം ഞങ്ങൾ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രസിഡന്റ് ആകുന്നതുകൊണ്ട് അതുകൊണ്ട് താണ്ട് വന്നു ഹരിജൻ ഒരാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കി. ആ പ്രസിഡന്റ് വന്നപ്പോഴും ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. പുനഃസംഘടനയ്ക്കകത്തെ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ ആണെന്ന് പേര് വരുത്തിയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ശശി തരൂർ ജയിച്ചപ്പോൾ ശശി തരൂരിനെ തോൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ശശി തരൂർ ജയിച്ചു എല്ലാവരും അതിനകത്ത് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല.
ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ഒന്ന് പറയുകയാണ് പുനഃസംഘടന നടക്കാത്തതുകൊണ്ടാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. എന്റെ പൊന്നു പ്രിയങ്ക ഗാന്ധി, പുനഃസംഘടന നടക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് ആ പാർട്ടിക്കകത്ത് ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അമ്മൂമ്മ ഉൾപ്പെടെ ഉള്ളവർ ഈ പാർട്ടിയെ വന്ധീകരിച്ചത് കൊണ്ടായി പ്രശ്നം ഉണ്ടായത്. ഈ പാർട്ടിയെ വന്ധീകരിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ പാർട്ടിയുടെ കീൻ പൊസിഷന് വരാൻ പറ്റും സാറേ? പ്രിയങ്ക ഗാന്ധിക്ക് ഈ പാർട്ടിയുടെ കീൻ പൊസിഷന് വരാൻ പറ്റും? റോബർട്ട് വധേരയ്ക്ക് പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ എങ്ങനെ പറ്റും? ദേശീയ പാർട്ടിയായിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യ വളരെ കാലം ഭരിച്ചിട്ടുള്ള ഇന്ത്യ സംസ്ഥാനങ്ങൾ മൊത്തം കീഴടക്കി വെച്ചിരുന്ന ഒരു ദേശീയ പാർട്ടി അവസ്ഥയിലാവുന്നതിന് അവരുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ്. അല്ലെ, അതുകൊണ്ടല്ലേ അവര് ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള ഒരാളെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് കാർഗെ ആകുമ്പോ അവിടെ അടുക്കളക്കാരനായിട്ട് നിന്നോളും. ദേശീയ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ അയാൾ വന്നാൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ലോകം മൊത്തം ചർച്ചയായനെ. ആരാ? ഈ ശശി തരൂർ ആണ്. അയാൾ UN സെക്രട്ടറിയൊക്കെ മത്സരിച്ചിട്ടുള്ള. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വലിയ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പരിവേഷവും അവരുടെ പാരമ്പര്യവും ഒക്കെ പറയുന്ന ആളാണല്ലോ UP ചാർജ് കൊടുത്തപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടാഞ്ഞത്. എന്താ അവരെ അംഗീകരിച്ചില്ല? അന്നേരം ഇവർ വലിയ പ്രസംഗമൊക്കെ ആയിരുന്നല്ലോ. അവരുടെ ഷേപ്പിന് അന്നും ഇന്ദിരാഗാന്ധിയുടെ ഷേപ്പൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ ഇവിടെ വന്നപ്പോ മനോരമ പറഞ്ഞപ്പോഴെല്ലാം ഷേപ്പ് ഉണ്ടായിരുന്നു. കണ്ണായ മൂക്കെന്നൊക്കെ വയനാട്ടിൽ വന്നപ്പോഴെല്ലാം ഷേപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ ആ ഷേപ്പൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും അല്ല കാര്യം. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം 2014 ശേഷം BJP വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് വർഗീയ ധ്രുവീകരണം, കലാപങ്ങളും ആസൂത്രണം ചെയ്ത് അവരുടെ അജണ്ടകൾ പാസ്സാക്കിക്കൊണ്ട് പോയ ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് തന്നെ. നെഹ്റുവിന്റെ കാലം മുതൽ. നെഹ്റുവിന്റെ കാലം സാറേ ഇതിനറിയാം. അപ്പൊ ഏറ്റവും അത് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഈ ഖാലിസ്ഥാൻവാദികളെ സൃഷ്ടിച്ച ആരാ? അന്ന് ഇന്ദിരാഗാന്ധിയെ സൃഷ്ടിച്ചേ സാറേ. അന്ന് അപ്രമാദത്തിൽ നിൽക്കുമ്പോ പഞ്ചാബ് ഈ ശിരോമണി അകാലിദളിന്റെ കൈ കിട്ടുമോ? അവിടെ അന്ന് ഖാലിസ്ഥാൻ, അന്ന് ഇയാളുണ്ടല്ലോ ഇതിന്റെ പേരെന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഖാലിസ്ഥാൻ വാദം ഉണ്ടാക്കിയ, അല്ല ഖാലിസ്ഥാൻ വാദമല്ല, അന്ന് ഈ പാർട്ടി ഉണ്ടാക്കിയ പുള്ളി ഒരാളുണ്ടല്ലോ, അന്ന് അദ്ദേഹത്തെ ആണല്ലോ ഇവിടെ വെച്ച് കാനഡയിലല്ല, അന്ന് പഞ്ചാബില് സൃഷ്ടിച്ചു. അതിന്റെ പുനരവതാരമാണല്ലോ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹത്തെ സൃഷ്ടിച്ച് ഇദ്ദേഹമാ അന്ന് അവിടെ. എന്നിട്ട് അദ്ദേഹം സൃഷ്ടിച്ചു, വലുതായി, ജനങ്ങളുടെ നേതാവായി, പഞ്ചാബുകളിലൊക്കെ വലിയ കക്ഷിയായി. അന്നേരം തോന്നി എനിക്ക് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു രാജ്യം വേണം. കാനഡയുള്ള ബന്ധം തന്നെ അങ്ങനെ ഖാലിസ്ഥാൻ വാദം ഉണ്ട്. അങ്ങനെ അയാളെ ഒതുക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചപ്പോ അവര് സുവർണക്ഷേത്രത്തിൽ കയറി. സുവർണക്ഷേത്ര ഓപ്പറേഷനായി. അതോടുകൂടി ഹിന്ദുക്കളുടെ ഈ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് ഈ സിഖുകാര്. കാരണം ഹിന്ദുക്കൾക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഹിന്ദുക്കളുടെ പടയാളികളായിരുന്നു. ഹിന്ദു ആണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. ആ നിന്ന ഹിന്ദുവും ഈ പറയുന്ന സിഖുകാരും തമ്മിൽ വെറുക്കപ്പെട്ടതും ഇന്നും ഇന്ത്യക്കെതിരെ ആ സിഖുകാർ നിൽക്കാൻ കാരണക്കാരനുമായിട്ടുള്ളത് ഈ ഇന്ദിരാഗാന്ധിയാണ്. എത്ര കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഇവരെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോയ പാർട്ടി തന്നെ കോൺഗ്രസ്. നമ്മൾ പറയാതിരിക്കാൻ പറഞ്ഞില്ല, ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ ഇപ്പോഴും എന്നിട്ട് മറച്ചു പിടിക്കുന്നത് എന്തോ ഞങ്ങൾ മതേതര പാർട്ടി, എന്നിട്ട് ഇപ്പൊ ജാതി ഇറക്കാണ് പോവാ. ജാതി ഏതാണ്ടിപ്പം ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അതല്ലായിരുന്നു, ജാതി സെൻസസ് വേണോ? കാരണം എന്നാലല്ലേ നാല് തട്ടാനാക്കാൻ നോക്കും. നായരെ ആക്കണം, മുസ്ലിമിനെ ആക്കണം, ഈ മറ്റേതിനെ ആക്കണം, മറിച്ച് ഇവിടെ ഇല്ലാത്തവനും എല്ലാം കൂടെ ഉള്ളവനും എല്ലാം കൂടെ. അതില്ലേ നല്ലത്? ഇല്ലാത്തവൻ ഏത് ജാതിയിലാണെങ്കിലും അവൻ ഇല്ലാത്തവൻ തന്നെ, അവനെ എങ്ങും അംഗീകരിക്കത്തില്ല. സാറിന് അറിയാമല്ലോ, ഏത് ജാതിയിലുള്ളവനാണെങ്കിലും നിവൃത്തി ഇല്ലാത്തവനെ എങ്ങും അംഗീകരിക്കത്തില്ല. കോടീശ്വരന്മാർ ഏത് ജാതിയിലുള്ളവന്മാരായാലും അവരെല്ലാം കൂടെ ഒരു കയ്യാണ്. അപ്പൊ ഉള്ളവൻ ഒരു ജാതി, ഉള്ളവൻ ഒരു ജാതി, ഇല്ലാത്തവൻ ഒരു ജാതി തന്നെ ജാതി. അല്ല വേറെ കാര്യമൊന്നുമില്ല. ബാക്കിയൊക്കെ മുതലെടുപ്പിന്റെ വേണ്ടിയുള്ള. അപ്പൊ ഞാനീ പറഞ്ഞത് ഇതേ രീതിയിൽ BJP നമ്മൾ അതിനകത്തുനിന്ന് പോയി BJP പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വന്നാൽ, കേരളത്തിൽ കേഡർ സംവിധാനത്തിൽ പോയാൽ, പരസ്പരം യോജിപ്പോടുകൂടി പോയാൽ BJP ഇന്നലത്തെ അവരുടെ കമ്മിറ്റിക്കകത്ത് നമുക്ക് മനസ്സിലാവുന്നത് സുരേന്ദ്രനെ മാറ്റണമെന്ന് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെളിയിലെ മാധ്യമങ്ങൾ വലവട്ടം പറയുകയും അത് സാധാരണക്കാരനെ കൊണ്ട് ചർച്ച ചെയ്യുകയും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJP വളരെ പുറകിലേക്കാണ്, BJP പുറകോട്ട് നടക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ വളർച്ച തീർന്നു എന്നുള്ള രീതിയിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ. ഇന്നലത്തേനകത്ത് ഒരു പ്രശ്നമില്ലെന്നാണ് കേട്ടത്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ചർച്ചയായില്ലെന്നാണ് കേട്ടത്. നമുക്ക് നാളെ കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും KS രാധാകൃഷ്ണൻ നമ്മുടെ അദ്ദേഹത്തെയും ഈ കോർ കമ്മിറ്റിയിൽ എടുത്തെന്നാണ് കേട്ടത്. അപ്പൊ ഇവരെല്ലാം കൂടെ വളരെ യോജിപ്പോട് കൂടി പോകുന്ന ഒരവസ്ഥ. സുരേന്ദ്രനെ മാറ്റേണ്ട ഒരവസ്ഥ ആരും സംസാരിച്ചിട്ടില്ല. സുരേന്ദ്രൻ കാലാവധി തീരുന്നതിന് ഇരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അസാരസ്യങ്ങൾ ഇല്ലെന്നും ആ തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന
പ്രശ്നങ്ങൾ BJPക്ക് അകത്തില്ല എന്നാണ് ഇന്നലത്തെ കോർ കമ്മിറ്റിക്ക് ശേഷം BJPക്കെതിരെ പറയുന്ന മാധ്യമങ്ങൾ പോലും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. അപ്പം BJPയെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ കുഴപ്പമാണെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയായി UDF LDF. അതങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, അവർ 2 പാർട്ടികളാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് കുഴപ്പമാണെന്ന് വളരെ കൃത്യമായിട്ട് പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ ഉപദ്രവിച്ചതുപോലെ BJPയെ ഉപദ്രവിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പക്വതക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടോ ഇനിയും വളരെ സഹിച്ചിട്ടും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇനിയും തോന്നിയ ദിവസം പറഞ്ഞാൽ പത്രാഫീസിൽ കയറി അടിക്കും എന്നുള്ള രീതിയിൽ ഉള്ളൊരു സംസാരം വന്നു. മനസ്സിലായില്ലേ? വ്യാജ വാർത്ത പറഞ്ഞാൽ പത്രാഫീസിൽ കയറി അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ഏതായാലും BJP വളരെ കൃത്യമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. BJPയുടെ വളർച്ച കുറച്ച് കാണുന്നതിന് വേണ്ടി എത്ര മാധ്യമങ്ങൾ പറഞ്ഞാലും നമുക്ക് സാധിക്കത്തില്ല. 6-ൽ നിന്ന് 19.67% വന്നിട്ടുണ്ട് 2027 ആകുമ്പോഴത്തേക്ക്. മൊത്തത്തിലുള്ളതാണ്. ചിലയിടങ്ങളിൽ ഇത് ഈ പറഞ്ഞ പോലെ പാലക്കാട് പോലെടുത്ത് 28 വരെ 30 വരെയൊക്കെ ആയിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ നിർത്തി BJP മുന്നേറുന്ന ഒരവസ്ഥ വന്നാൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ മുൻനിർത്തി, സുരേഷ് ഗോപിന് ഉദാഹരണമാണ്, അത്തരത്തിൽ സുരേന്ദ്രൻ അത്തരത്തിൽ മത്സരമില്ലാത്ത മുന്നോട്ട് പോയി കഴിഞ്ഞാൽ BJPക്കും കേരളത്തിൽ ഒരിടമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ BJPയുടെ ഇന്നലത്തെ കോർ കമ്മിറ്റിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഒക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.